ഈ IPL സീസണിൽ അടുത്ത കഴിഞ്ഞൊരു മാച്ചിൻ്റെ അകത്ത് കണ്ടൊരു വൈറൽ വീഡിയോ, അതായത് സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം വൈറലായിട്ടൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ റിയാൻ പരാഗ് അവിടെ ഡഗ് ഔട്ടിൽ, പ്രത്യേകിച്ച് ആ ഒരു AC റൂമിലാണെന്ന് തോന്നുന്നു, ഉള്ളിലിരുന്നിട്ട് അവിടുന്ന് എന്തോ ഒന്ന് വലിക്കുന്നതും അതിൻ്റെ അകത്ത് നിന്ന് പുക പോകുന്നതുമായിട്ടുള്ളൊരു വിഷ്വല്. അപ്പോൾ അത് ഒഫീഷ്യലി എനിക്ക് തോന്നുന്നു സ്റ്റാർ സ്പോർട്സോ അല്ലെങ്കിൽ IPL T20 ആരാന്നറിയില്ല, അവിടെ നിന്ന് തന്നെ വന്നൊരു വീഡിയോ ആണ്. അവിടെ നിന്ന് തന്നെയാണ് ആ ക്ലിപ്പ് പുറത്തോട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം അതൊരു വലിയ ഡിസ്കഷൻ ആവുകയും 25% ഫീ എന്തോ ആള് കെട്ടിവെക്കണം, അതായത് എന്തോ 25 ലക്ഷം അങ്ങനെ എന്തോ ഒരു എമൗണ്ടിന്റെ ഒക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു, ഒരു ഫൈൻ എന്ന പോലെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം ചെയ്തത് തെറ്റന്നെയാണ്. കാരണം ഒരു മാച്ചിന്റെ ഇടയിൽ ആളുടെ പേഴ്സണൽ ലൈഫിൽ ആളെന്തോ ചെയ്തോട്ടെ, പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവിടെ ഇവൻ അത് ഒളിഞ്ഞിരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ചെയ്ത സമയത്ത് അത് പബ്ലിക്കലി പുറത്തോട്ടായി, എക്സ്പോസ്ഡ് ആയി. പിന്നെ ഒരു പ്ലെയർ ഒരിക്കലും അങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു മാതൃക ആവാൻ പാടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് IPL എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുട്ടികളിലാണ് കൂടുതൽ ഇഷ്ടം ഇത് വരുന്നത്. കാരണം ഈ ഒരു മാച്ച് കാണുന്നത്, കാരണം വെച്ചാൽ വെക്കേഷൻ ടൈമിലാണല്ലോ IPL സീസൺ തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരുന്ന് കാണുന്നതാണ് IPL. കുട്ടികളിലും ഈ ഒരു സംഭവം ഉണ്ടാകാം, എന്താണ് വലിക്കുന്നതെന്നും എന്താണ് ഇതിനെക്കുറിച്ച് കുറെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിവ് ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് ആപത്ത് തരുന്നത്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഇപ്പം അറിയേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികൾ. അപ്പം അത് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളിൽ എത്തുകയും കൂടുതൽ കുട്ടികളിൽ ആ ഒരു നോളജ് വരുത്താണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോഴായിരിക്കും അവർ ചോദിക്കുകയൊക്കെ ചെയ്യും എന്തിനാണ് ഇത്, എന്താണെന്നൊക്കെ. ഇവൻ റിയാൻ പരാഗ് അത് ചെയ്തെങ്കിലും അത് അവരൊരു വീഡിയോ ആക്കി കാണിച്ച്, എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പം അതിന്റെ ശിക്ഷയാണെങ്കിലും ഫൈൻ മാത്രമേ ഉള്ളൂ, ബാനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ശരിക്കും അതൊരു വലിയ കോൺട്രവേഴ്സി ആക്കിയിട്ട് കാണിക്കാനായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു IPL ഷോയിൽ ഒന്നും കൂടി ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു വീഡിയോ ഇറക്കിയതോ, അല്ലെങ്കിൽ എന്താ പറയുക ഇതിനെ. കാരണം അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാനോ സംഭവങ്ങളൊന്നും കിട്ടിയില്ല. കാരണം നമ്മൾ ഇതിന് മുന്നേ കുറെ മാച്ചസിലൊക്കെ ചില പ്രശ്നങ്ങൾ കാരണം പ്ലെയേഴ്സിന് ചിലപ്പോൾ ബാൻ വരെ കിട്ടാറുണ്ട്, 1-2 മാച്ചസിന്റെ ഒക്കെ ബാനൊക്കെ കിട്ടാറുണ്ട്. അതൊന്നും ഇവിടെ കൊടുത്തിട്ട് കാണുന്നില്ല, ജസ്റ്റ് ഒരു ഫൈനൽ അങ്ങോട്ട് തീർത്തു. അപ്പോൾ ശരിക്കും ഇത് ഇരയായതാണോ റിയാൻ പരാഗ്, അല്ലെങ്കിൽ ഇത് റിയാൻ പരാഗ് കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൊടുത്തേക്കണേ? അല്ലെങ്കിൽ കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റിന് റിയാൻ പരാഗിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കി അങ്ങ് പുറത്താക്കാണ്, അങ്ങനെ പല രീതിയിലുള്ള ടോക്കുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് ശരിക്കും ഇത് റിയാൻ പരാഗ് ചെയ്തത് തെറ്റാണെന്നുള്ളത് ക്ലിയർ ആണ്, അതിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊന്നും പറയുന്നില്ല, ചെയ്തത് തെറ്റ് തന്നെയാണ് അത്. പക്ഷെ ഇത് ഇവര് എക്സ്പോസ് ചെയ്ത സമയത്ത് ഓക്കെ, ഇങ്ങനെ ഒരാള് തെറ്റുകാരനാണെന്നുള്ളത് എക്സ്പോസ് ചെയ്തത് കൂടാണ്ട്, എന്നാൽ അതിനുശേഷം വരുന്ന ശിക്ഷയിൽ നോക്കുന്ന സമയത്ത് അത്ര വലിയൊരു സംഭവത്തിലോട്ട് പോകുന്നുമില്ല. അപ്പോൾ ശരിക്കും ഇത് ചുമ്മാ ഒരു ഇരയാക്കി കാണിച്ച് ഈ ഒരു പോപ്പുലാരിറ്റി ഒന്നും കൂടി കൂട്ടാനാണോ IPL, അല്ലെങ്കിൽ ആളെ ജസ്റ്റ് ഒരു ഇരയാക്കി വെച്ചതാണോ എന്താന്നുള്ളത് എനിക്കിപ്പം ക്ലിയർ അല്ല. എനിക്ക് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള തിങ്കിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പം അത്രേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം.